ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇഡ്ലിക്കും ദോശയ്ക്കും പറ്റിയൊരു ചട്നിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തിരുപ്പതി പോയപ്പം അവിടുത്തെ ഹോട്ടലിൽ നിന്ന് കഴിച്ച ചട്നിയാണ്. ഞാൻ അവിടുത്തെ ഷെഫിനോട് ചോദിച്ചിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ മനസ്സിലാക്കിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. അതിന് ഞാൻ പൊട്ടുകടല എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതെടുത്തിട്ടുണ്ട്. ബംഗാൾ ഗ്രാം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. പിന്നെ തേങ്ങ, ഒരു പച്ചമുളക്, കുഞ്ഞൊരു പീസ് ഇഞ്ചി, പിന്നെ മല്ലിയില കുറച്ച് വേണം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം നമുക്ക് പൊട്ടുകടല ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഒത്തിരി കരിഞ്ഞു പോകല്ല, നമുക്കത് വായിലിട്ട് കഴിക്കുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞു വരണം. അങ്ങനെ നമുക്കത് ഫസ്റ്റിലത് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊട്ടുകടല പാൻ ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ ബംഗാൾ ഗ്രാം ഇട്ട് കൊടുക്കുവാണ്, കടലപ്പരിപ്പ്. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്, കരിഞ്ഞു പോകരുത്. പിന്നെ അതിന് ശേഷം നമുക്കത് കഴുകിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കഴുകിയിട്ട് വേണം നമുക്കത് അരയ്ക്കാൻ. നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. കളറൊക്കെ മാറിയിട്ട് നമുക്കത് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് ഞാനത് മിക്സിയുടെ ജാറിലോട്ട് കഴുകിയിട്ടേക്കുവാണ്. എന്നിട്ട് ഒരു ഇഞ്ചിയുടെ പീസ് ഉണ്ടല്ലോ അതിട്ടു, പിന്നെ ഒരു പച്ചമുളക് ഇട്ടു. ഇത് മൂന്നും കൂടെ ആദ്യം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ പിന്നെ ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങയും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് അരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവേ. ഒരുപാട് വെള്ളം ഒഴിക്കല്ല, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. നമുക്ക് നല്ല തിക്ക് ഇതായിട്ട് എടുക്കണം കേട്ടോ ചമ്മന്തി. ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കടുക് വറക്കാവേ. അതിന് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും, വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെ ഇടണം. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലായിരുന്നു, അതാണ് ഞാൻ ഇടാഞ്ഞത്. വറ്റൽമുളകും കൂടെ ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. ചമ്മന്തി നമ്മൾ ചൂടാക്കത്തില്ല, നമ്മൾ കടുക് വറുത്ത് ചമ്മന്തിക്കകത്തോട്ട് ഒഴിക്കത്തേ ഉള്ളൂ. ചൂടാക്കി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒട്ടിപ്പിടിച്ച് പോയിരിക്കേ. ചമ്മന്തി ചൂടാക്കത്തില്ല, കടുക് വറുത്ത് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ആവശ്യത്തിന് നോക്കാം. തന്നെ ഇങ്ങനെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. ഈ ചട്നി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻറ്റും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായം അറിയിക്കണം കമൻറ്റ് ബോക്സിൽ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.